ഡോക്ടർ സമ്പത്ത്, ഈ നിലയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിൻ്റെ താല്പര്യത്തിൻ്റെ അദമ്യമായ ആഗ്രഹത്തിൻ്റെ 16 വരെയുള്ള കാലത്തെ താല്പര്യത്തെക്കുറിച്ചാണ് രാജേഷ് ഇപ്പോൾ സംസാരിച്ചത്. 16-ന് ശേഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ നേതാക്കളൊക്കെ പറഞ്ഞതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരു രണ്ടാം വിമോചന സമരം പോലും നടത്തേണ്ടി വരും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ, പദ്ധതി നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് സർക്കാരിന് മുമ്പിൽ നിന്നതും ഇതേ കോൺഗ്രസ് ആണ്. എന്നാൽ അതിൻ്റെ ആദ്യ ചരക്ക് കപ്പൽ വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വേദിയിൽ പങ്കാളിയായിരുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ വളരെ മോശമായി, വളരെ അധികം പരിഹസിച്ച ആ പദ്ധതിയെപ്പോലും പരിഹസിക്കും വിധം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ കമ്മീഷനിങ് വരുമ്പോൾ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്, അതിന് ഏത് ന്യായം പറഞ്ഞാലും അത് കേരളത്തിൻ്റെ വികസനത്തിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ താല്പര്യമില്ലായ്മയുടെ വലിയ ഉദാഹരണമായി, പ്രകടമായ ഉദാഹരണമായി മാറിയോ ശ്രീ സമ്പത്ത്? ശരത്തെ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് രാജേഷ് ചില കാര്യങ്ങൾ പോസിറ്റീവായി അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. കോൺഗ്രസിൻ്റെ വക്താവായതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ന്യായീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങളെ മൂടിവയ്ക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ്. നമ്മുടെ രാജേഷ് അതിലെ പോസിറ്റീവായിട്ടുള്ള, ഇപ്പം ഇന്ന് മെയ് ദിനമാണ്, നാളെ മെയ് 2-ാം തീയതി 2025 എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചു മാത്രമല്ല, ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇത് ഒരു ചരിത്ര നിമിഷമാണ്, ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നൊരു ദിവസമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി, അത്തരത്തിൽ ഒരു അന്തർദേശീയ തുറമുഖമായി നമുക്ക് ലഭിച്ചത് വിഴിഞ്ഞമാണ്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാം ഇവിടെ കേരളീയർ അഭിമാനപൂർവ്വം നമ്മൾ നിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. നമുക്ക് മുന്നോട്ട് പോയേ മതിയാവും. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൻ്റെ ഈ പ്രതിജ്ഞാബദ്ധതയോടെയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വെല്ലുവിളികളെയും എല്ലാ വൈതരണികളെയും അതിജീവിച്ചുകൊണ്ട് ഇതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് എത്താനായി നമ്മളെ പ്രാപ്തരാക്കിയത്. ഇനി നാളെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള നിരവധി മാസങ്ങളൊന്ന് നോക്കിയേ. ശരത്ത് നേരത്തെ സൂചിപ്പിച്ച 2023 ഉണ്ടല്ലോ, ആ മുഹൂർത്തത്തിൽ അവിടെ അത്തരത്തിൽ വന്നുകൂടിയ 10,000-കണക്കിന് കുടുംബങ്ങളിൽ ഞാനും എൻ്റെ കുടുംബമടക്കം ഉണ്ട്. നമ്മൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരെല്ലാവരും അവിടെ പങ്കെടുത്ത്, മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത്, ഈ കേരളത്തിന് പുറത്തുനിന്ന് പോലും പലരും അവിടെ കാണാനായി വന്ന ആ ഒരു മുഹൂർത്തം എന്നുള്ളത്, അവിടെ തൊട്ട് ഇങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ, നമ്മൾ ഒരു പക്ഷേ ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അത്തരത്തിൽ കൊണ്ടുവന്ന് അവിടെ കൈമാറ്റം ചെയ്തതായിട്ടുള്ള ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ, ഇതെല്ലാം തന്നെ വിഴിഞ്ഞം തുറമുഖം എന്നത് തിരുവനന്തപുരം, എന്നാൽ കേരള സംസ്ഥാനം അതിന് ഇന്ത്യയിൽ, അത് ലോക ഭൂപടത്തിൽ നമ്മൾ സ്ഥാനം പിടിച്ചത് എങ്ങനെയാണ്? ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനകരമായ കാര്യം എന്നുള്ളത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള തൊഴിലാളികളും, ഞാൻ തൊഴിലാളികളിൽ നിന്ന്, കാരണം ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്, ഇന്ന് മാനവരാശി അധ്വാനത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നതായുള്ള മെയ് ദിനമാണ്. ആ തൊഴിലാളികൾ മുതൽ അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള മാനേജ്മെൻറ്റ് വരെയുള്ള ആളുകളെയും, ആദ്യമായി അവിടെ ആ അറബിക്കടലിൽ ആ വിഴിഞ്ഞത്തിൻ്റെ ആഴമളക്കാനും ഒക്കെ പോയ നമ്മുടെ പ്രപിതാമഹന്മാരുൾപ്പെടെയുള്ള, ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല, ആ കാലത്ത് അതിനായി നേതൃത്വം നൽകിയവരും അതുമായി ബന്ധപ്പെട്ട് നിന്നവരും ഒക്കെ, അന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയെല്ലാം ഇതുപോലെ ശക്തിപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ ഇവിടെ ഈ പോർട്ടിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ പൂർത്തീകരണം നമ്മളെ എല്ലാവരെയും ഇവിടെ ആഹ്ലാദഭരിതരാക്കുന്ന, അഭിമാനപുളകിതരാക്കുന്ന ഒരു സന്ദർഭമാണ്. പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയുകയുള്ളൂ എന്ന്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത്തരം കാര്യം, അസൂയ എന്നുള്ളത് സ്വാഭാവികമാണ് ശരത്തെ.
അസൂയക്ക് ഒരു മരുന്നൊന്നും ഇങ്ങനെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അതിനിപ്പോ നമുക്കൊന്നും അല്ല, ഈ പ്രതിപക്ഷ നേതാവിന് അസൂയയും അസ്വസ്ഥതയുമാണെന്നാണോ ഡോക്ടർ സമ്പത്ത് പറയുന്നത്? പ്രതിപക്ഷ നേതാവിന് അസൂയയും എന്താണ്? അദ്ദേഹം തന്നെ നമ്മൾ ആ പഴയ വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ ആദ്യ ചരക്ക് കപ്പൽ വരുമ്പോൾ അന്ന് തുടർഭരണത്തിലൂടെ ഈ സർക്കാർ അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഈ സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്ന ആ വേദിയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 2 ദിവസം കഴിയുമ്പോൾ ഒരു കോൺഗ്രസ് വേദിയിൽ പോകുമ്പോൾ ആ പദ്ധതിയെ പരിഹസിക്കുന്നു, മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നു, ചുമ്മാ പച്ചക്കൊടിയെടുത്ത് വീശുന്നു. ഞാനവിടെ നിൽക്കേണ്ടി വന്നു, എന്തൊരു ഗതികേടാണ് എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയുടെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തെ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിലുള്ള പരിപാടിയായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന ഒരു നില സ്വീകരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലായാലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ ചെയ്യാവുന്ന രീതിയാണോ ഇതൊക്കെ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ? എന്താണ് സമ്പത്ത് പറയുന്നത് താങ്കൾ? ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊരു മറുപടി പറഞ്ഞോട്ടെ. രാഷ്ട്രീയമൊന്നുമല്ല, സ്വന്തം അനുഭവത്തിൽ. ഇന്ത്യയുടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, അതെല്ലാം പരസ്യപ്പെടുത്തൽ, അങ്ങനെ അത് അവരുടെ ഓഫീസ് സമ്മതിക്കുന്നത് വരെ പരസ്യപ്പെടുത്തൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഈ ഒരു 10 കൊല്ലക്കാലം ഞാൻ പ്രവർത്തിക്കുന്ന വേളയിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നതായ ഒരു ചടങ്ങ് എൻ്റെ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്. ആ ചടങ്ങ് യഥാർത്ഥത്തിൽ അന്ന് രാഷ്ട്രപതിയുടെ സൗകര്യാർത്ഥം അത് തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് നടത്തി. എന്നാൽ ഈ ചടങ്ങിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ജി കാർത്തികേയനാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. എൻ്റെ പേര് ആ പരിപാടിയിലില്ല. ആ മണ്ഡലത്തിലെ MP-യുടെ പേര് ആ പരിപാടിയിലില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് പങ്കെടുക്കുന്നതായിട്ടുള്ള ചടങ്ങ്. ഞാൻ ഡൽഹിയിലാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചു, സംസാരിച്ചു, ഉമ്മൻചാണ്ടി സാറിനോട് സംസാരിച്ചു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, സമ്പത്തെ, ഇത് പ്രസിഡന്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നതനുസരിച്ച് ചെയ്തതാണ് ഈ കാര്യം, എന്തായാലും ഞങ്ങളിൽ ഇടപെടുകയാണ്, അങ്ങനെ സമ്പത്ത് ഒഴിവാക്കപ്പെടുന്നത് ശരിയല്ല, ഇവിടുത്തെ MP-യാണ്. എന്നെ അത് കഴിഞ്ഞ്, ഇത് രാത്രി നടന്ന സംഭാഷണമാണ്, പിറ്റേന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ്, സമ്പത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കണം, ആ മണ്ഡലത്തിൻ്റെ MP-യാണ്, അവിടെ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ പരിപാടിയിൽ അവിടുത്തെ നോട്ടീസിൽ പ്രോഗ്രാം ഷെഡ്യൂളിൽ പേരില്ലാത്ത എന്നെ ആ ചടങ്ങിൽ പ്രസംഗിക്കാനായി ക്ഷണിക്കുക പോലും ചെയ്തു എന്നുള്ളത്, രാഷ്ട്രപതി തന്നെ അതിന് അനുവദിച്ചു എന്നുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടി പറയുകയാണ്, നമ്മളെല്ലാവരും ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ ജനപ്രതിനിധികളാകുമ്പോൾ ജനങ്ങളുടെ അവരുടെ അഭീഷ്ടം, അവരുടെ ആഗ്രഹം, നമ്മൾ ജീവിക്കുന്ന ഈ നാടിൻ്റെ ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്ന ഒരു വേളയിൽ ഇത്തരത്തിൽ ചെറിയ ഏതെങ്കിലും വിധത്തിലുള്ള ഇളമൂപ്പ് തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കിറിവുകളോ അല്ല ആവശ്യമായിട്ടുള്ളത്. അത് ഒരു അഭികാമ്യമായ ഒരു പ്രവണതയായി ഞാൻ കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മനസ്സ് മാറട്ടെ, അദ്ദേഹം അതിൽ പങ്കെടുക്കണമെന്നുള്ളത്. അദ്ദേഹം പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തോട് അങ്ങനെ ആവശ്യപ്പെടണം, അഭ്യർത്ഥിക്കണം എന്നത് തന്നെയാണ് എനിക്ക് രാജേഷിനോട്, നമ്മുടെ ഇതിലിപ്പോൾ പാനലിസ്റ്റായി പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് രാജേഷിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കണം എന്നത് തന്നെയാണ്.